63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഔദ്യോഗികമായി തിരിതെളിയുകയാണ്. പ്രധാന വേദിയായിട്ടുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. അങ്ങനെ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞിരിക്കുകയാണ്. പതാക ഉയർത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഔദ്യോഗികമായി തിരിതെളിഞ്ഞിരിക്കുകയാണ്. പ്രധാനപ്പെട്ട വേദിയായിട്ടുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തിയതോടെയാണ് കലോത്സവത്തിന് തുടക്കമാകുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ള ഒന്നാം വേദിയായ MT നിലയിൽ ഇനിയിപ്പോൾ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത്. ആദ്യ ദിവസം തന്നെ 24 വേദികളിലാകും മത്സരങ്ങൾ മാറ്റുരയ്ക്കാൻ പോകുന്നത്. ജനുവരി 4-ന് ആരംഭിക്കുന്ന ഈ ഒരു കലോത്സവം 8 വരെ നീണ്ടു നിൽക്കുകയും മറ്റുരയ്ക്കും മത്സരങ്ങൾ കാഴ്ചവെക്കാനുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടിയിട്ടിപ്പോൾ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞിരിക്കുകയാണ്. ശരി, ഇപ്പോൾ വിശേഷങ്ങളുമായപ്പോൾ സിജു കണ്ണൻ കൂടി ചേരുകയാണ്. സിജു, അതായത് അങ്ങനെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഔദ്യോഗികമായി തിരിതെളിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മാറ്റുരയ്ക്കും മത്സരങ്ങളാകും. അതിന് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് കൊടിയേറിക്കഴിഞ്ഞു. അല്പസമയം മുമ്പ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S. ഷാനവാസ് പ്രധാന വേദിയായ നിളയിൽ സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന വേദിയിൽ പതാക ഉയർത്തതോടുകൂടിയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കമായിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് പതാക ഉയർത്തൽ ചടങ്ങ് നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ കൃത്യസമയത്ത് തന്നെ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സ്കൗട്ട്, ഗൈഡ്സ്, അതോടൊപ്പം തന്നെ NCC, NSS എല്ലാം തന്നെ അണിനിരന്നൊരു പരേഡ് കൂടി ഇവിടെ ഉണ്ടായിരുന്നു. പതാക ഉയർത്തിക്കഴിഞ്ഞ് ഔദ്യോഗികമായ തുടക്കമായി. ഇനി 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒന്നാം വേദിയിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ഇനി 5 ദിവസം തിരുവനന്തപുരത്തിന് കലയുടെ മാമാങ്കമാണ് നടക്കാൻ പോകുന്നത്. തിരുവനന്തപുരം തലസ്ഥാനം എന്നതിലുപരി കലസ്ഥാനമായി മാറാൻ പോവുകയാണ്. വലിയ ആവേശമാണ് എങ്ങും കാണാൻ കഴിയുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 10,000-കണക്കിന് കുട്ടികളാണ് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. പ്രധാന വേദി നിള, അതോടൊപ്പം തന്നെ ഓരോ നദികളുടെ പേരിലാണ് ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട വേദികൾ തീരുമാനിച്ചിരിക്കുന്നത്. ആകെ 25 വേദികളിലാണ് മത്സരം നടക്കുന്നത്. ഏതായാലും അതേ ആവേശം, ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ആവേശം അതേപടി സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വിപുലമായ തയ്യാറെടുപ്പുകൾ കൈരളി ന്യൂസും നടത്തിയിട്ടുണ്ട്. കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെ ഉൾപ്പെടെ ഇത് സംപ്രേഷണമുണ്ടെങ്കിലും കൈരളി ഉൾപ്പെടെയുള്ള ചാനലുകളുടെ സമഗ്രമായ ഒരു കവറേജാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. പ്രത്യേക പരിപാടി കലസ്ഥാനം ഈ 5 ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. 15,000-ഓളം കുട്ടികൾ ഈ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. സംസ്കൃതോത്സവം, അറബിക് സാഹിത്യോത്സവം അതും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ 5 നൃത്തരൂപങ്ങൾ കൂടി ഉൾപ്പെടുന്നു എന്നതാണ് ഇത്തവണ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മംഗലം കളി, പണിയ നൃത്തം, മലപ്പുരയാട്ടം, ഇരുള നൃത്തം എന്നിവയാണ് പുതുതായി ഉൾപ്പെടുത്തിയ നൃത്തരൂപങ്ങൾ. അങ്ങനെ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ചരിത്രത്തിൽ ഇടം നേടുകയാണ്. തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ 5 നൃത്തരൂപങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഗോത്രജന വിഭാഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് 101 മത്സരങ്ങളാണ് നടക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 110 മത്സരങ്ങൾ, സംസ്കൃതോത്സവത്തിൽ 19 മത്സരം, അറബിക് കലോത്സവത്തിൽ 19 ഇനങ്ങളിലായി ആകെ 249 മത്സരങ്ങളാണുള്ളത്. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പ്രധാന വേദി. വിപുലമായ സൗകര്യമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്.